ബീനമ്മാസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ഒരു വെറൈറ്റി തോരനാണ് ഉണ്ടാക്കുന്നത്. എന്നാന്ന് വെച്ചാൽ ബീറ്റ്റൂട്ടിൻ്റെ തണ്ടും ഇലയും കൂടിയാണ് തോരൻ വയ്ക്കുന്നത്. ഞങ്ങൾ കഴിഞ്ഞൊരു ദിവസം മൂന്നാറിൽ പോയായിരുന്നു. അപ്പോൾ മൂന്നാറിൽ നിന്ന് ഫ്രഷായിട്ട് നല്ല ഫ്രഷ് സാധനമായിട്ട്, നമ്മുടെ ഇവിടെയൊന്നും അങ്ങനെയൊന്നും കിട്ടിയൊന്നുമില്ല. അപ്പോൾ തണ്ടോട് കൂടി തന്നെ അത് കിട്ടിയത്. അപ്പോൾ അങ്ങനെ മേടിച്ചതാണ്. അപ്പോൾ അത് തോരൻ വെച്ച് ഞാനത് കഴിച്ചിട്ടൊന്നുമില്ല, വെച്ചിട്ടുമില്ല കേട്ടോ. ആദ്യമായിട്ടാണ് ഇത് വെക്കുന്നതും കഴിക്കുന്നതും. പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ ചീരയേക്കാളും നല്ല ടേസ്റ്റാണ് ഇതുണ്ടാക്കി കഴിയുമ്പോൾ. അപ്പോൾ അത് അതിൻ്റെ തണ്ടിന് ശകലം ഒരു നാര് പോലെ ഉണ്ട്. അതൊന്ന് നമ്മൾ തൊലി കളഞ്ഞിട്ട് അരിഞ്ഞെടുത്താൽ നന്നായിട്ട് പെട്ടെന്ന് അരിഞ്ഞെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇലയും അതുപോലെ നമ്മൾ ചീര അരിയും പോലെ ഇല അരിഞ്ഞെടുക്കുക. എന്നിട്ട് കടുക് പൊട്ടിച്ച് തണ്ടിട്ട് നല്ല ഒരു അര വേവാകുമ്പം നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാമെന്ന് വെച്ചാൽ തണ്ടിന് മാത്രം ഒരു ഉപ്പ് ചേർത്ത് കുറച്ച് നേരം നമ്മളൊന്നും അടച്ച് വേവിക്കുക. അടച്ച് വേവിച്ച് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒരു മുക്കാൽ വേഗമാകുമ്പോൾ നമുക്ക് ആ ഇലയും അതുപോലെ തന്നെ അരപ്പ്, ഞാൻ പച്ചമുളക് ചേർത്തില്ല കേട്ടോ, ചേർക്കേണ്ടവർക്കൊക്കെ ചേർക്കാം. ആ അരപ്പിന് ചേർക്കുന്നത് പിന്നെ മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഉപ്പും കൂടി ചേർത്താണ് പുരട്ടിയെടുത്തത്. അത് ഇതിൻ്റെ കൂടെ തന്നെ ഇലയുടെ കൂടെ തന്നെ വെച്ച് ആ ഇലയ്ക്ക് ഇച്ചിരി ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ച് വേവിക്കുക. ഒരു ആവി വരുന്നവരെ അടച്ച് വേവിച്ചിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് ഇളക്കി കുറച്ച് ഇച്ചിരി നേരം നിൽക്കണം. എന്നാന്ന് വെച്ചാൽ ചീരയേക്കാളും വേവുള്ള സാധനമാണ് ഈ തണ്ടിനും അതെ ഇലയ്ക്കും അതെ. പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഈ പറയുമ്പോൾ ഞാൻ കഴിച്ചിട്ടാണ് പറയുന്നത്. അപ്പം ഈ ഒരു പരുവം നമുക്കറിയാമല്ലോ എന്തായാലും വേകുന്നൊരു ടൈം നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പം ചെയ്യാത്തവരൊന്ന് ഇതൊന്ന് ചെയ്ത് നോക്കണം. ഈ ഒരു പരുവാകുമ്പോൾ നമ്മൾ ഇറക്കിയാൽ മതി. അപ്പോൾ നമുക്കതെന്തായാലും കാണുമ്പോൾ അറിയാം. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതാണ്. നല്ല ടേസ്റ്റ് തന്നെയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക.